എന്താണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഇത്ര ബുദ്ധി കുറഞ്ഞവരൊന്നുമല്ല പാകിസ്ഥാനിലുള്ളത്, ഒന്നുമല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് വിഭജിച്ച് പോയവരല്ലേ. അപ്പോൾ ഇത് ഈ ഭരണപരാജയം മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണോ, അതോ അവിടെ ഈ സ്ഥിരമായി നടക്കുന്ന പോലെ പ്രധാനമന്ത്രി ഇങ്ങനെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പായി വെച്ചിട്ട് ആർമി തലവൻ, പേര് പോലും പറയാൻ കൊള്ളില്ല എങ്കിൽ പോലും അയാൾ പറയുന്ന ക്ലെയിംസ് ഒക്കെ വെച്ച് നോക്കിയാൽ ദ്വിരാഷ്ട്രവാദവും ഒക്കെ ആയിട്ട് വരുന്നു. അദ്ദേഹം കാണിച്ച ഒരു പർവേസ് മുഷറഫ് സ്റ്റൈലിലുള്ളൊരു അഭ്യാസമാണോ, അതോ അതിനുമപ്പുറം ഇവരിങ്ങനെ വാരി വിതറിയ വിഷവും ഇവർ പ്രയോഗിച്ച കുതന്ത്രങ്ങളും ബലൂചിസ്ഥാൻ വഴി തിരിച്ചടിക്കുന്നതിലുള്ള വേദനയാണോ, ചൈനയിൽ നിന്ന് ഉദ്ദേശിച്ച രീതിയിൽ സഹായം കിട്ടാത്തതാണോ, ഈ സൂയിസൈഡൽ ആത്മഹത്യാപരമായ നടപടികളിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുന്നത് എന്താണ്, സർവനാശത്തിലേക്കുള്ള വഴി തുറക്കുന്നത്? അനൂപ്ജി. വാക്കാണ് പ്രദീപ്ജി ഉപയോഗിച്ചിരിക്കുന്നത്, സൂയിസൈഡൽ. കാരണം നേരത്തെ ഇവിടെ രവിജി പറഞ്ഞു, ഈ പാകിസ്ഥാനിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് സ്റ്റേറ്റ് അല്ല ഭാരതത്തിൻ്റെ കൂട്ട്. ഭാരതം ഇത്രയും വൈവിധ്യമാർന്ന ഇത്രയും വലിയ രാഷ്ട്രമാണെങ്കിൽ പോലും നമുക്കൊരു ഡിസിപ്ലിനുണ്ട്. എല്ലാ സംവിധാനത്തിനും അതിൻ്റെതായ ഡിസിപ്ലിനുണ്ട്. ജുഡീഷ്യറിക്ക് അതിൻ്റെതായ ഡിസിപ്ലിനുണ്ട്, എക്സിക്യൂട്ടീവിന് ഡിസിപ്ലിനുണ്ട്, ഓപ്പോസിഷന് അതിൻ്റെതായ ഡിസിപ്ലിൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു പരിധിവരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ സേനകൾക്ക് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജനറൽമാർ അവരുടെ വിംസ് ആൻഡ് ഫാൻസീസ്, അവരെക്കുറിച്ച് ഈ യൂറോപ്യൻസും അമേരിക്കക്കാരും പറയുന്നത് വിസ്കി ഡ്രിങ്കിങ് ഫൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്ത് കാണിക്കുന്നത് അവരുടെ വലിയ ഒരു ആദർശവും ഒരു ഇസ്ലാമിക ജീവിത രീതിയൊക്കെ ആണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ 2 വിസ്കിയുടെ ഷോട്ടിലാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അന്നേരം അവർ ഉടനെ വിളിച്ചിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹാഫിസ് സയ്യിദിനെ പോലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ഉടനെ അവർക്ക് തോന്നുന്ന ഒരു ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയും. അതാണ് ഇങ്ങനെ കലാശിക്കുന്നത്. ഇന്ന് ഞാൻ വളരെ രസകരമായൊരു വളരെ പോയിഗ്നൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ വായിച്ചു. അപ്പോൾ ആ ആർട്ടിക്കിളിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു വരി എന്നെ ആകർഷിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഭാരതത്തിലെ ഒരു സാമാന്യ യുവാവിന്, ഒരു കുട്ടിക്ക് അവൻ്റെ അംബീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നുകിൽ എലോൺ മസ്ക് ആവണം, അല്ലെങ്കിൽ അവന് സച്ചിൻ ടെണ്ടുൽക്കർ ആവണം, അല്ലെങ്കിൽ മുകേഷ് അംബാനി ആവണം. പക്ഷെ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചാണ്. അവനാവേണ്ടത് ഹാഫിസ് സയ്യിദാണ്, അവനാവേണ്ടത് ഒസാമ ബിൻ ലാദനാണ്. അങ്ങനെയുള്ളൊരു വലിയ വർഗം അവിടുത്തെ സമൂഹം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സമൂഹത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ വിഡ്ഢികളായിട്ടുള്ള കുറച്ച് ആർമി ജനറൽമാർ, അവർക്ക് അന്നേരം തോന്നുന്ന അവിടെ വിംസ് ആൻഡ് ഫാൻസീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തത് പോലും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. പണ്ട് കാർഗിൽ നടന്നതും അങ്ങനെയാണ്, നമുക്കെല്ലാം അറിയാം. പർവേസ് മുഷറഫ് എന്ന് പറയുന്ന ഇതുപോലെ തന്നെ ഒരു വിഡ്ഢ്യാസുരനായിട്ടുള്ള ഒരു ജനറലിന് ഒരു സുപ്രഭാതത്തിൽ തോന്നി, ഞാൻ ഭരണം പിടിച്ചടക്കിയിട്ട് ഇന്ത്യയുടെ ആക്രമണത്തിന് വന്നു. എന്താണ് അതിൻ്റെ അനുഭവം എന്നുള്ളത് പർവേസ് മുഷറഫ് ഇന്ന് എവിടെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയായിരുന്നു 1971 ഇതുപോലെ തന്നെ ഇപ്പോൾ ഭാരതവുമായിട്ട് ഏറ്റുമുട്ടി ഭാരതത്തിൻ്റെ ബംഗാൾ തന്നെ വലിയ രീതിയിൽ അവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കാമെന്നൊക്കെ ഒരു ദുർമോഹമായി ഇരുന്നുകൊണ്ടുള്ള കുറേ ജനറൽമാർ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു പുതിയൊരു രാജ്യം തന്നെ ഉടലെടുത്തു. അപ്പോൾ ഇങ്ങനെ കുറച്ച് വിഡ്ഢ്യാസുരന്മാർ അവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാരണം. പക്ഷെ അവരുടെ ഉള്ളിലുള്ള അവരുടെ പ്രശ്നങ്ങൾ ഈ വിഡ്ഢ്യാസുരന്മാർ ഏറ്റവും വലിയൊരു തെളിവാണ്. അവർ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പോലും അവർക്ക് മനസ്സിലാക്കുന്നില്ല. ബലൂചിസ്ഥാന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ബലൂചിസ്ഥാൻ മാത്രമല്ല, ബലൂചിസ്ഥാനിൽ ഇപ്പോൾ ഭാരതവുമായിട്ട് കാർഗിൽ പോലെ യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ബലൂചിസ്ഥാൻ ബംഗ്ലാദേശ് പോലൊരു രാജ്യമായി മാറും. അത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ വളരെയധികം തീവ്രമായ ഒരു ഇസ്ലാമിക ഒരു ചിന്താധാരം വെച്ചുകൊണ്ട് പോകുന്ന താലിബാന്റെ ഒരു വലിയൊരു ഘടകം പാകിസ്ഥാനിലുമുണ്ട്, തെഹ്രീക്ക് താലിബാൻ. ആ തെഹ്രീക്ക് താലിബാൻ ഇന്ന് പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ വളരെ സ്ട്രോങ് ആണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിലിരിക്കുന്ന താലിബാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പ്രവിശ്യ തന്നെ അവർ കൊണ്ടുപോകും. അങ്ങനെ ഉള്ളിലൊരു വലിയ ഇൻസ്റ്റബിലിറ്റിയോടെ നിൽക്കുന്ന പാകിസ്ഥാൻ ഇത് കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെയും നമ്മളിപ്പോൾ പാകിസ്ഥാനെ തിരുത്താനൊന്നും പോകുന്നില്ല, ഇത് നമുക്കൊരു അവസരമാണ്. ഈ മണ്ടത്തരത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും നമ്മൾക്ക് പണ്ട് പലതും നേടാനായിട്ടില്ലെങ്കിൽ അത് പലതും നേടാനുള്ള ഒരു അവസരമായിട്ടാണ് ഭാരതം ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതും, ഈ ഒരു അവസരത്തെ നമ്മൾ മുതലാക്കിക്കൊണ്ട് നമ്മൾ നേരത്തെ നടക്കാഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ സാധിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞു വരുന്നപ്പോഴാണ് ഓഡിയോ കട്ടായത്. നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ ഡിപ്ലോമസി കൂടെ ഒന്ന് മനസ്സിലാക്കണം. പ്രദീപ് ജി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം, ക്ലിയർ ആണ്. പ്ലീസ് ഗോ അഹെഡ്.
പാകിസ്ഥാന് ഒരു മൂഢസ്വർഗത്തിൽ നിൽക്കുന്നതിനുള്ള മറ്റൊരു കാരണം ലോക ഡിപ്ലോമസി മാറിയതിന്റെ വഴികളൊന്നും പാകിസ്ഥാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അമേരിക്കയിൽ ഇന്ന് ഭരിക്കുന്നത് ട്രംപാണ്. അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾ കഴിഞ്ഞ 10 വർഷം എല്ലുമുറിയെ പണിയെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ രാഷ്ട്രങ്ങളും, ഇവിടെ പലരും കളിയാക്കി അദ്ദേഹത്തെ, പക്ഷെ എന്നിരുന്നാൽ പോലും ഓരോ രാഷ്ട്രങ്ങളും സന്ദർശിച്ച് അവിടുത്തെ രാഷ്ട്ര തലവന്മാരുമായി ഒരു വലിയ അഗാധമായ ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പുതിയ ഡിപ്ലോമസിയിലേക്ക് ഭാരതം കഴിഞ്ഞ 10 വർഷത്തിൽ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ഒരു വിഷയത്തിൽ പോലും ഇറാൻ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഭാരതത്തോടൊപ്പമാണ്, പാകിസ്ഥാനോടൊപ്പമല്ല. വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും പല രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്ത്യക്കൊപ്പം അണിചേരും. അമേരിക്ക ആണെങ്കിൽ അമേരിക്കയുടെ മാറി ഡിപ്ലോമസി നമ്മൾ കണ്ടു. അമേരിക്ക ലോക ഡിപ്ലോമസിയിലേക്ക് കടക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങളെ ആദ്യമേ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്ലോമസിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ട്രംപ് എടുക്കാൻ പോകുന്ന ഡിപ്ലോമസി എന്തായിരിക്കും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ചൈനയ്ക്ക് പോലും ഒരു പരിധിവരെ പാകിസ്ഥാനെ സഹായിക്കാനാവില്ല. ഇങ്ങനെ ഉള്ളിൽ നിന്നും വളരെ ദുർബലം, പുറത്തു നിന്നും വളരെ ദുർബലമായിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇന്ന് പാകിസ്ഥാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഭാരതത്തെ സംബന്ധിച്ച് രാജധർമ്മം നിർവഹിക്കാനുള്ള ഏറ്റവും വലിയൊരു സമയമാണിത്. ആ സമയത്തെ ഭാരതം കൃത്യമായി ഉപയോഗിക്കും.